എല്ലാവർക്കും റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. ഇതൊരു ഊത്തപ്പമാണ്, സ്പെഷ്യൽ പൊടി ഊത്തപ്പമാണ്. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടാത്ത ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് ദോശമാവ് തയ്യാറാക്കി എടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും നന്നായി കഴുകിയ ശേഷം സെപ്പറേറ്റ് ആയിട്ട് ഒരു 3 മണിക്കൂർ ഇതുപോലെ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഞാനൊരു 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 10-12 മണിക്കൂർ ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ അതാ മാവ് നന്നായി തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ദോശ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഊത്തപ്പത്തിനുള്ള ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു പൊടി തയ്യാറാക്കണം. ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചു. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 2 ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ നമ്മുടെ കറുത്ത വെള്ളം കൂടി ചേർക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കായം ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അവസാനം ചേർത്താൽ മതി, ഇപ്പോൾ ചേർക്കേണ്ട. ഞാനിതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കുറച്ച് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ കടലപ്പരിപ്പിൻ്റെയൊക്കെ കളറൊക്കെ മാറി നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരും. അപ്പോൾ അതാ കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കിയിടാം. പിന്നീട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. തീരെ ഫൈൻ പൗഡറായിട്ട് എടുക്കേണ്ട കാര്യമില്ല, ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാൻ വെച്ചതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു തവി മാവ് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാം. തീരെ അങ്ങ് വല്ല പരത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അത് പരക്കുന്ന അത്രയും മതിയാവും. ഇനി ഇതിന് നടുവിലേക്ക് 2 ടേബിൾ സ്പൂണോളം സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1-2 പച്ചമുളകൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മളിപ്പം പൊടിച്ചെടുത്തിരിക്കുന്ന ആ പൗഡർ ഉണ്ടല്ലോ, സ്പെഷ്യൽ പൗഡർ, അത് ഈ ഒരു രീതിയിൽ ഏകദേശം 1 ടീസ്പൂണോളം അളവിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൻ്റെ സൈഡിലൊക്കെ അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. ഏകദേശം 5 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓയിലൊന്ന് തടവി കൊടുത്ത് അടച്ച് വെച്ച് 1 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പൊടി ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതെല്ലാം തന്നെ തയ്യാറാക്കി എടുക്കാം. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം നമ്മൾ എന്നും സാധാരണ ദോശയൊന്ന് മാറ്റി പിടിച്ച് ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം കേട്ടോ. താങ്ക് യു.